നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. മോദിക്കും ബിജെപിക്കും ഒരുപോലെ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനതാദൾ നേതാവും ലൈംഗികാതിക്രമ കേസുകളിൽ അറസ്റ്റിലായ ഹാസനിലെ സിറ്റിംഗ് MP പ്രജ്വൽ രേവണ്ണയുടെ പിതാവുമായ HT രേവണ്ണയ്ക്ക് തിരിച്ചടി. ജാമ്യം അനുവദിച്ചുള്ള പ്രത്യേക കോടതി ഉത്തരവിൽ തെറ്റുകളുണ്ടെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതാണെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. HT രേവണ്ണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇത്രയും സ്വാധീനമുള്ളയാൾക്ക് ജാമ്യം നൽകുന്നത് ഇരകളെ ഭയപ്പെടുത്തുമെന്നും ജാമ്യം റദ്ദാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവിലെ നിയമവ്യാഖ്യാനത്തിൽ അപാകതയുണ്ടെന്നാണ് കർണാടക ഹൈക്കോടതി വാക്കാൽ നിരീക്ഷിച്ചത്. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ HT രേവണ്ണയ്ക്ക് ജസ്റ്റിസ് കൃഷ്ണ H ദീക്ഷിത് അടിയന്തര നോട്ടീസ് അയച്ചു. ഇരയെ തട്ടിക്കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് രേവണ്ണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തനിക്കെതിരായ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രേവണ്ണ ഹർജി നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ ഇരയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നാളെ ഹാസനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണയ്ക്ക് SIT നോട്ടീസ് നൽകിയിട്ടുണ്ട്. 34 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് വിമാനത്താവളത്തിൽ വെച്ച് പ്രജ്വൽ രേവണ്ണ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടിയിലാകുന്നത്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ടിക്കറ്റ് അടക്കം മറ്റ് യാത്രാരേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും. പ്രജ്വലിൽ നിന്ന് പിടിച്ചെടുത്ത 2 ഫോണുകളിലുമല്ല വിവാദമായ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചതായി അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് താനും. അതിൽ വ്യക്തത വന്നാൽ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റം കൂടി പ്രജ്വലിനെതിരെ ചുമത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.